പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് മുകേഷ് പാർട്ടിയെ അറിയിച്ചു. ഒപ്പം ലൈംഗിക ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും അനുകൂല തെളിവുകൾ കയ്യിലുണ്ടെന്നും മുകേഷ് CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയും ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുകേഷിന്റെ രാജി വേണ്ടെന്ന നിലപാടിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമുണ്ട്. കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ലെന്ന EP ജയരാജൻ അടക്കമുള്ളവരുടെ നിലപാടിനാണ് ബൃന്ദ കാരാട്ടിന്റെ വിമർശനം. അവർ ചെയ്തു, നമ്മളും എന്ന വാദം തെറ്റാണ്. മുകേഷിനെതിരായ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ടെന്നും പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിൽ ബൃന്ദ നിലപാട് വ്യക്തമാക്കി. എന്നാൽ മുകേഷിന് അനുകൂലമാണ് സംസ്ഥാന നേതൃത്വം. നിങ്ങൾക്ക് CPIM-നോടുള്ള പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ടും കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെ EP ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത CPI-യും മലക്കമറിഞ്ഞു. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPI-ക്ക് നേതൃത്വമുണ്ട് എന്നുള്ളത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPI-ക്ക് ഇല്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് മുകേഷിന്റെ രാജിക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മുകേഷിന് അനുകൂലമായ പിണറായി വിജയന്റെ നിലപാടിനെ തുടർന്നാണ് ബിനോയ് വിശ്വത്തിന്റെയും നിലപാട് മാറ്റം. CPM-ലും പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർ കുറ്റവാളികൾക്ക് കുടപിടിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. പാർട്ടിയിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. CPM കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന് ഉത്തരവാദി CPM നയിക്കുന്ന സംസ്ഥാന സർക്കാരാണെന്നും സതീശൻ തുറന്നടിച്ചു. ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് തെറ്റായ സന്ദേശം സൃഷ്ടിക്കുമെന്നാണ് പാർട്ടിയിലെ വിലയിരുത്തൽ. ഒരുപക്ഷേ MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ അതത്ര ഗുണം ചെയ്യില്ല എന്നും ബോധ്യമുണ്ട്. അതുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.